ഹായ്, നമസ്കാരം. സോ പറഞ്ഞ പോലെ ഒരു FB ലൈവ് വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അഗെയിൻ ജോർഡനിലാണ്. ഇന്ന് ഷൂട്ടിംഗ് ഇതുവരെ തുടങ്ങിയിട്ടില്ല, കാരണം മരുഭൂമിയിൽ മഴ പെയ്യുകയാണ്. ആൻഡ് ഞാൻ മരുഭൂമിയിൽ ഇതിനു മുമ്പ് പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് മരുഭൂമിയിൽ മഴ കാണുന്നത്. ആസ് വി സ്പീക്ക് മഴ തോർന്നിട്ടുണ്ട്, പക്ഷേ ഒട്ടും ബ്രൈറ്റ് അല്ല. അതുകൊണ്ട് കണ്ടിന്യൂറ്റി ലൈറ്റ് വരാത്തതിനാൽ ഷൂട്ടിംഗ് തുടങ്ങാൻ ഇനിയും സാധിച്ചിട്ടില്ല. ഫോണിലെ ബാക്ക്ഗ്രൗണ്ട് കണ്ട് തെറ്റിദ്ധരിക്കേണ്ട, അതിനേക്കാൾ ഒരുപാട് ഇരുണ്ടിട്ടാണ് ഇപ്പോൾ ആക്ച്വലി സറൗണ്ടിങ്സ്. ഞങ്ങളൊരു ഡെസേർട്ടിന് നടുക്കൊരു ക്യാമ്പ് പോലൊരു സ്ഥലത്താണ് താമസം. എല്ലാവരും ടെൻറ്റുകളിലൊക്കെയാണ് താമസിക്കുന്നത്. സോ യാ, ഇറ്റ്സ് എ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ലൈക്ക് നോ അതർ. സോ ദെൻ അഗെയിൻ 9 നാളെ റിലീസാവുകയാണ് ലോകമെമ്പാടും. US, UK തുടങ്ങിയ ചില ടെറിട്ടറികൾ ഒരാഴ്ച കഴിഞ്ഞേ റിലീസാകുള്ളൂ. GCC, ഓസ്ട്രേലിയ, ഏഷ്യ പസഫിക്, സിംഗപ്പൂർ, റെസ്റ്റ് ഓഫ് ഇന്ത്യ, കേരള എല്ലായിടത്തും നാളെ റിലീസാവുകയാണ്. എനിക്ക് ആക്ച്വലി ഏറ്റവും ക്യൂറിയസ് ആയിട്ടുള്ളൊരു കാര്യം, എൻ്റെ മനസ്സിൽ വളരെ സ്ട്രാറ്റജിക്കായിട്ട് സത്യസന്ധമായിട്ട് പ്ലാൻ ചെയ്ത ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ആയിരുന്നു 9-ന്റേത്. ആ സിനിമ എന്താണോ അത് മാത്രമാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ എന്നാലും ഐ വുഡ് ലൈക്ക് ടു നോ, എന്താണ് നിങ്ങൾ, വാട്ട് ഡു യു തിങ്ക് ദ ഫിലിം ഇസ്? എന്താണ് നയൻ എന്ന സിനിമ എന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ? അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ കണ്ടിരിക്കുന്ന നയൻ എന്താണ്? സോ കമൻസിൽ ഇഫ് യു ക്യാൻ ആക്ച്വലി ടെൽ മീ ഇൻ ഷോർട്ട് വാട്ട് യു തിങ്ക്, അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നിപ്പോൾ ഷൂട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സമയമുണ്ട് എനിക്ക്. Lajit Nair, how do you manage both direction and acting side by side? I don't know. I mean, ഞാൻ ഒരു പടേ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് മാനേജ് ചെയ്തൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഡയറക്റ്റ് ചെയ്തപ്പോൾ ഐ വാസൻറ്റ് ആക്ടിങ്. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് 8 months ഐ ഹാഡ് ഡെഡിക്കേറ്റഡ് മൈസെൽഫ് എൻറ്റയർലി ടു ലൂസിഫർ. പിന്നെ അതിന് മുമ്പ് ഐ വാസ് പ്രൊഡ്യൂസിങ് ആൻഡ് ആക്ടിങ് സൈഡ് ബൈ സൈഡ് 9. പക്ഷെ 9-നെ സംബന്ധിച്ചിടത്തോളം, ലൈക്ക് ഞാൻ ഒരുപാട് മാധ്യമങ്ങളിൽ പറഞ്ഞ പോലെ, പ്രൊഡക്ഷൻ ചുമതലകൾ അങ്ങനെ ഒരുപാട് എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ അതിൽ അഭിനയിച്ചു, ചില ക്രിയേറ്റീവ് തീരുമാനങ്ങളിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ബാക്കിയെല്ലാം സുപ്രീം, ഹാരിസ് ദേശം എന്ന് പറഞ്ഞ എൻ്റെ ലൈൻ പ്രൊഡ്യൂസറും കൂടിയാണ് ചെയ്തത്. പ്ലീസ് സേ ഹായ് ടു മീ, ഐ എം ഫ്രം മലേഷ്യ. ഹെർമൻ പിള്ളൈ. ഹായ് ഹെർമൻ, ഹായ്, ഹൗ ആർ യു? മലേഷ്യയിൽ എവിടെയാണ്? കോലാലംപൂർ ആണോ? I've been to Malaysia many times. It's quite a fun place. താങ്ക് യു എല്ലാവരുടെയും. ലൂസിഫർ ട്രെയിലർ എക്സ്പെക്ടിങ് വിത്ത് 9 ഇല്ല. ലൂസിഫറിൻ്റെ ട്രെയിലർ 9-നോടൊപ്പം ഇല്ല. ലൂസിഫറിൻ്റെ ട്രെയിലർ ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ലൂസിഫറിൻ്റെ ട്രെയിലർ ആക്ച്വലി എങ്ങനെ കട്ട് ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഫ്രാങ്ക്ലി. സോ 9-നോടൊപ്പം ഇല്ല. ഇസ് 9 ഫസ്റ്റ് ഓഫ് എ കൈൻഡ് ഇൻ മലയാളമോ ഇന്ത്യൻ മൂവി ഹിസ്റ്ററി? എനിക്ക് ഇത് മലയാള സിനിമയിലോ ഇന്ത്യൻ സിനിമയിലോ ആദ്യത്തെ സിനിമയാണെന്ന് പറയാൻ ഐ ഡോണ്ട് നോ ഇഫ് ഐ ആം ദ റൈറ്റ് അതോറിറ്റി ടു ഡു ദാറ്റ്. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള മലയാള സിനിമകൾ, ഞാൻ കേട്ടിട്ടുള്ള സ്ക്രിപ്റ്റുകൾ, അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനൊരു തിരക്കഥ വായിച്ചിട്ടില്ല. ആൻഡ് ഓൾസോ അത് എടുത്തിരിക്കുന്ന രീതി, സിനിമ കൺസീവ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ് ഒക്കെ പുതിയതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ദെൻ അഗെയിൻ അതിൻ്റെ അന്തിമ വിധി എഴുതേണ്ടത് പ്രേക്ഷകരാണ്. സോ ഐ ഹോപ്പ് നിങ്ങൾ കാണുമ്പോഴും നിങ്ങൾക്ക് ഇതൊരു പുതിയ തരത്തിലുള്ളൊരു സിനിമയാണല്ലോ എന്ന് നിങ്ങൾക്കും തോന്നും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാൺ വെയിറ്റ്. ഒരു ഹോളിവുഡ് ത്രില്ലിംഗ് അല്ലല്ല, മലയാളി ത്രില്ലിംഗ് ആണ്, ഹോളിവുഡ് ത്രില്ലിംഗ് അല്ല. ഐ ആക്ച്വലി ഡോണ്ട് നോ എന്താണ് ഈ ഹോളിവുഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ അങ്ങനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടോ? ഹോളിവുഡ് ആണോ വേൾഡ് സ്റ്റാൻഡേർഡ്? അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ. All the very best, brother. Thank you, brother Nikhil Zakaria, for your wishes. About 9, ഷൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നു. Expecting no compromise in quality of the movie as it is your production. സംഗീത് സുരേഷ്. ഷൂട്ടിന് എവിടെ? മണാലിയിലോ അതോ കൊച്ചിയിലോ? എനിവേ, ഐ മീൻ, താങ്ക് യു. അങ്ങനൊരു നോ കോംപ്രമൈസ് രീതിയിൽ ഷൂട്ട് ചെയ്ത സിനിമയാകും 9 എന്ന പ്രതീക്ഷ വയ്ക്കുന്നത് തന്നെ ഒരു വലിയ കോംപ്ലിമെൻറ്റ്. ആൻഡ് യാ, വി ബിലീവ്, അറ്റ്ലീസ്റ്റ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഒരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്യാതെ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് 9 എന്നാണ്.
ആ സിനിമയ്ക്ക് വേണ്ടതെല്ലാം ആ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. ഐ ഹോപ്പ് ഇറ്റ്സ് കം ത്രൂ ഓൺ സ്ക്രീൻ. സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്കത് തോന്നും എന്ന് പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. Naresh Radhakrishnan, love you Rajuveta, love you too Naresh. Don't know what to ask. Let 9 be another benchmark. Really excited. Thank you so much. നിങ്ങളുടെ ഈ എക്സൈറ്റ്മെൻ്റ് ആണ് എന്നെ പോലെയുള്ള നടന്മാർക്കും നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും എല്ലാം ഒരു വലിയ ഇൻസ്പിറേഷൻ ആകുന്നത്. We all expect that it's a different horror thriller ever seen in Malayalam. ഹൊറർ ത്രില്ലർ, ഐ മീൻ, ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു ഹൊറർ സിനിമയുടെ എലിമെൻസ് ഉണ്ട്, ഒരു ത്രില്ലർ സിനിമയുടെ എലിമെൻസ് ഉണ്ട്. പക്ഷേ ഇതിനൊരു ഹൊറർ സിനിമയെന്നോ ഒരു ത്രില്ലർ സിനിമയെന്നോ കാറ്റഗറൈസ് ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് ഈ പറഞ്ഞ പോലെ പല ജോണറുകളിലൂടെ കടന്നു പോകുന്ന സിനിമയാണ്. ഹൊറർ സിനിമകളുടെയും ത്രില്ലർ സിനിമകളുടെയും ആസ്പെക്ട്സ് ഉണ്ടാവും. യു ഹാവ് ദ ബിഗ്ഗസ്റ്റ് ഹൊറർ ഹിറ്റ് മൂവി എസ്ര ഇൻ മലയാളം, സോ എക്സ്പെക്ട് ഓക്കെ. എസ്രയായിട്ട് അങ്ങനെ കമ്പാരിസൺസ് വേണ്ട. അത് കഥാപരമായിട്ടും അതിൻ്റെ പശ്ചാത്തലമൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. എസ്ര ഡിഡ് റിയലി വെൽ. ഒരുപാട് ആൾക്കാർ കണ്ട് വലിയ ഹിറ്റായ സിനിമയാണ്. തീർച്ചയായിട്ടും എസ്ര പോലൊരു വിജയം നയനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് വിജയം തരേണ്ടത് നിങ്ങളാണ്. To my knowledge, Nayan is a film about a troubled relationship between a father and son. Correct actually. ഒരു അച്ഛൻ്റെയും മകൻ്റെയും ട്രബിൾഡ് ആയിട്ടുള്ളൊരു ബന്ധം ഒരു കോസ്മിക് ഗ്ലോബൽ ഇവൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്ന സിനിമയാണ്. എനിക്ക് സിനിമ കണ്ടപ്പോൾ വാട്ട് ഐ ടുക്ക് അവേ മോർ ദൻ എനിത്തിങ് എൽസ് ഇസ് ഈ അച്ഛൻ്റെയും മകൻ്റെയും ട്രാക്കാണ്. എല്ലാവർക്കും അതായിക്കൊള്ളുന്നില്ല. സോ ലെറ്റ്സ് സീ. നാളെ സിനിമ ഇറങ്ങുമ്പോൾ ഓരോ ആൾക്കാർക്കും എന്താണ് ആ സിനിമയിൽ നിന്ന് വാട്ട് യു ടേക്ക് അവേ എന്നുള്ളത് അറിയാൻ നല്ല ആകാംക്ഷയുണ്ട്. ഐ എം എക്സൈറ്റഡ്. ഓൾ ദി ബെസ്റ്റ്. സമീനി സുകുമാരൻ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് മൂവിയിൽ ഹീറോയിൻ മഞ്ജു വാര്യർ ചേച്ചിയെ ആക്കണേ. അയ്യോ, ഐ വുഡ് ലവ് ടു. സോ ഫാൻറ്റാസ്റ്റിക് ആക്ട്രസ്. ഐ വുഡ് ലവ് ടു വർക്ക് വിത്ത് മഞ്ജു വാര്യർ. ഞാൻ സംവിധാനം ചെയ്ത സിനിമയിൽ മഞ്ജു വാര്യർ ആണ് ഒരു പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്. ഐ വുഡ് ലവ് ടു വർക്ക് വിത്ത് ഹർ, ഓഫ് കോഴ്സ്. Is it Stranger Things of Malayalam? No, it is not. Stranger Things അല്ല സിനിമ. ആൻഡ് ഐ മീൻ റിയലി ഓണസ്റ്റ്ലി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ഇന്നത്തെ കാലത്ത് അങ്ങനെ ഈസി ആയിട്ടൊരു സാധനം എടുത്ത് മോഷ്ടിച്ച് അഡാപ്റ്റ് ചെയ്യാമെന്ന്? നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു കാലഘട്ടമല്ല ഇപ്പോൾ. എസ്പെഷ്യലി ഗിവൺ ദാറ്റ് സോണി പിക്ചേഴ്സ് പോലൊരു ഇൻ്റർനാഷണൽ കമ്പനി ഇതിൽ ഇൻവോൾവ് ആണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ലത്. ഇടയ്ക്ക് മാസ് റോൾസ് ഒക്കെ ചെയ്യാം. പിന്നെ തീർച്ചയായിട്ടും ഞാൻ എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അതിനതിൻ്റേതായ ഒരു തിരക്കഥ വേണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. നമ്മൾ വെറുതെ ഒരു 5 ഫൈറ്റ് ചെയ്തത് കൊണ്ട് ഒരു നല്ല മാസ് സിനിമ ആകണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിൻ്റേതായ ഒരു തിരക്കഥ വേണം, ഒരു നല്ല കഥ വേണം. വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന പോലെ, ஹாய் சேட்டா, வென் இஸ் யூர் நெக்ஸ்ட் மூவி இன் தமிழ்? கொஞ்சம் தமிழில் பேசுகிறீங்களா? எனக்கு தமிழ் அவ்வளோ நல்லா வராது. நான் படத்துலலாம் தமிழ் பேசும்போது எனக்கு சொல்லிக் கொடுக்குற டயலாக் மட்டும்தான் நான் பேசுவேன். ஆனால் இருந்தாலும் தமிழில் நடிக்கணும்னு கண்டிப்பாக ஆசையாக தான் இருக்கேன். எப்போ ஒரு நல்ல வாய்ப்பு கிடைக்குதோ, ஒரு நல்ல ஸ்கிரிப்ட் வருதோ, கண்டிப்பாக ஒரு தமிழ் படம் நான் கண்டிப்பாக பண்ணுவேன். தேங்க்யூ ஸோ மச் ஃபார் சேயிங் தட் யூ லைக் டு வாட்ச் மீ இன் தமிழ். இஸ் நைன் சம்திங் தட் த கேரளா ஆடியன்ஸ் ஹஸ் நெவர் சீன்? ഐ ഡോണ്ട് നോ വാട്ട് യു ഹാവ് സീൻ ആക്ച്വലി. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സിനിമയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. രഞ്ജിത്ത് ശങ്കർ, ഐ തിങ്ക് യു ആർ വെരി മച്ച് എക്സൈറ്റഡ് അബൌട്ട് ദ ഫിലിം നയൻ. ഇറ്റ് റിഫ്ലെക്ട്സ് ഇൻ യുവർ വേർഡ്സ്. ഇത് രഞ്ജിത്താണോ? ആണെങ്കിൽ ഹായ്, ഹലോ, താങ്ക് യു. അല്ലെങ്കിൽ താങ്ക് യു സോ മച്ച്. ഏത് രഞ്ജിത്ത് ശങ്കർ ആണെങ്കിലും താങ്ക് യു. ഐ ആം എക്സൈറ്റഡ് അബൌട്ട് നയൻ. കാരണം അങ്ങനെ എളുപ്പത്തിൽ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയല്ല. അതിൻ്റെ ഒരു തിരക്കഥ ഒരാളോട് പറയുമ്പോൾ തന്നെ, ഞാനിതിൻ്റെ ആക്ച്വലി നയൻ്റെ സ്ക്രിപ്റ്റ് 1-2 പ്രൊഡ്യൂസേഴ്സിനോട് പറഞ്ഞപ്പോൾ ദ ഫസ്റ്റ് തിങ് റിയാക്ഷൻ ഐ ഗോട്ട് വാസ്, അല്ല ഇതെങ്ങനെ സിനിമയാക്കും പൃഥ്വിരാജ്, ഇതെങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ്. അപ്പോൾ പിന്നെ എനിക്ക് അവരെ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല. അതായത് ഇങ്ങനെ ഇത് എടുക്കാം, അതിൻ്റെ ഒരു രീതിയുണ്ട്. ആൻഡ് ജനൂസ് ഹാഡ് വെരി ക്ലിയർ ഐഡിയാസ് അബൌട്ട് ഹൗ ടു ഷൂട്ട് ഇറ്റ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞ് പിന്നെ കൺവിൻസ് ചെയ്യാൻ നിന്നില്ല. ഐ ജസ്റ്റ് ഡിസൈഡഡ് ടു ഡു ഇറ്റ് മൈസെൽഫ്, വിച്ച് ഇസ് വൈ ഞാൻ പറഞ്ഞ പോലെ ഫിലിം പ്രൊഡക്ഷൻ ഇസ് എൻ ആർട്ട്, ഇസ് എ സയൻസ് ദാറ്റ് യു ഷുഡ് ലേൺ. ഒരുപാട് പൈസ ഉള്ളതുകൊണ്ടൊരു നല്ല നിർമ്മാതാവാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് സിനിമ അറിയണം, സിനിമ എടുക്കുന്ന രീതികളെക്കുറിച്ച് അറിയണം. എന്നാൽ മാത്രമാണ് ഒരു നല്ല സിനിമ നിർമ്മാതാവാകാൻ സാധിക്കുക.
കുറേ നേരം ആയല്ലോ. അതെ, കുറേ നേരമായി. ഞാനിവിടെ ബോറടിച്ചിരിക്കുക ആക്ച്വലി. രാവിലെ വെളുപ്പാങ്കാലത്ത് എണീറ്റ് എക്സസൈസൊക്കെ കഴിഞ്ഞ് ഷൂട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല ഇവിടെ. ടി വി ഇല്ല, ഒന്നുമില്ല. ഇൻ്റർനെറ്റ് ഉള്ളത് വലിയ ഭാഗ്യം. അപ്പോൾ ഇങ്ങനെ ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് വിളിച്ചിട്ട് ഇനി ഒരു 1 hour ഒരു FB ലൈവ് ചെയ്യാം എന്ന് വിചാരിച്ചത്. വേൾഡ് സ്റ്റാൻഡേർഡ് മൂവി എന്ന ലേബലിൽ മലയാളം മൂവി എത്തിക്കും എന്നൊരു പ്രതീക്ഷ നിങ്ങളിലുണ്ട് രാജുവേട്ട. ആ പ്രതീക്ഷ ഉള്ളതിന് താങ്ക് യു സോ മച്ച്. അസാൻ നടക്കുകയാണ്. എനിവേ, ആ പ്രതീക്ഷ ഉള്ളതിന് താങ്ക് യു സോ മച്ച്. പക്ഷേ ഒരു വേൾഡ് സ്റ്റാൻഡേർഡ് എന്നത് എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. അത് ഇറ്റ്സ് എൻ്റെ പെർസ്പെക്റ്റീവിൽ ഒരു വേൾഡ് സ്റ്റാൻഡേർഡ് ഇതാണെന്നൊരു ധാരണ എനിക്കുണ്ട്. മേ ബി ഈ സംസാരിക്കുന്ന ആൾ അല്ലെങ്കിൽ നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ അതായിരിക്കില്ല. സോ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോംപ്രമൈസ് ഒന്നും ചെയ്യാതെ ഒരു തിരക്കഥ മലയാള സിനിമയുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എത്ര നന്നായി ചെയ്യാമോ, എത്ര നന്നായി സിനിമയാക്കാമോ അത്രയും നന്നായി സിനിമയാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ലൂസിഫർ മൂവിയിൽ ലാലേട്ടനുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ ലൈഫിലെ ഏറ്റവും മറക്കാനാവാത്ത എക്സ്പീരിയൻസസിലൊന്നാണ്. ലാലേട്ടനുമൊത്ത് ഇത്രയും ദിവസങ്ങൾ ഇത്ര അടുത്തിടപഴകാൻ സാധിക്കുക എന്ന് പറയുന്ന അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ആൻഡ് നമ്മളൊരു സംവിധായകനായിട്ട് ഇടപഴകുമ്പോൾ ഒരു നടനുമായിട്ടുള്ള ഡൈനാമിക്സ് ഡിഫറെൻ്റ് ആണ് ആക്ച്വലി. നമ്മൾ ഒരു കോ ആക്ടറിന് കടന്നു ചെല്ലാൻ കഴിയാത്തൊരു സ്പേസിലേക്ക് ഒരു സംവിധായകന് കടന്നു ചെല്ലാൻ സാധിക്കും. അപ്പോൾ ലാലേട്ടനെ പോലെ ഒരു ലെജൻഡ്, അദ്ദേഹവുമായിട്ട് അങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ആൻഡ് ഐ തിങ്ക് ആസ് എൻ ആക്ടർ എന്നെ അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവും. ഫ്യൂ വേർഡ്സ് അബൌട്ട് ദ ഡയറക്ടർ ഓഫ് 9. എൻ്റെ സുഹൃത്താണ് ഡയറക്ടർ ഓഫ് 9, ഇസ് എ ഫ്രണ്ട് ഓഫ് മൈൻ, ജനൂസ് മുഹമ്മദ്. കമൽ സാറിൻ്റെ മകനാണ്, സംവിധായകൻ കമലിൻ്റെ മകനാണ്. എനിക്ക് നേരത്തെ അറിയാം ജനൂസിനെ, പണ്ട് മുതലേ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. സെല്ലുലോയിഡ് എന്ന സിനിമ ചെയ്യുമ്പോൾ അസിസ്റ്റ് ചെയ്തിരുന്നു കമൽ സാറിനെ. ആൻഡ് അൾട്ടിമേറ്റ്ലി 9 എന്ന സിനിമ ജനൂസിൻ്റെ വിഷനാണ്. ജനൂസ് കണ്ട സിനിമ പ്രാവർത്തികമാക്കാൻ കൂട്ടുനിൽക്കുക എന്നത് മാത്രമാണ് ഒരു നിർമ്മാതാവ് എന്ന നിലയ്ക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് വാട്ട് എവർ ദ ഫിലിം ഹാസ് ബിക്കം, ദ ക്രെഡിറ്റ് ഷുഡ് ഗോ ടു ജനൂസ്. ആൻഡ് ഐ തിങ്ക് എൻ്റെ അഭിപ്രായത്തിൽ ഈസ് റിയലി ഡൺ എ വെരി ഗുഡ് ജോബ്. നേരത്തെ പറഞ്ഞ പോലെ എളുപ്പമല്ല, ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും കൺസെപ്ച്വലൈസ് ചെയ്യാനൊന്നും എളുപ്പമുള്ളൊരു സിനിമയല്ല. ഒരു രണ്ടാമത്തെ സിനിമ എന്ന നിലയ്ക്ക് ആ ഒരു ചാലഞ്ച് ഏറ്റെടുത്ത് അത് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. പ്രവീൺ രാജ് പൂക്കാടൻ, കട്ട വെയിറ്റിംഗ്. ഇത് പ്രവീൺ, നമ്മുടെ പ്രവീണാണോ? ഹായ് പ്രവീൺ, താങ്ക് യു. കട്ട വെയിറ്റിങ്ങിന് താങ്ക് യു. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി സിനിമ കാണൂ, അഭിപ്രായം അറിയിക്കൂ. താൻ തോന്നി പോലത്തെ ഒരു പടം പ്രതീക്ഷിക്കുന്നു. അതൊരു 1.5 പടമായിരുന്നു. ഓഹോ, 1.5 പടമായിരുന്നോ? ആക്ച്വലി ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത സിനിമയാണ്. ഇറ്റ് വാസ് ഫൺ. അങ്ങനത്തെ ഒരു സിനിമ, ഇപ്പം താൻ തോന്നി, പാവാട എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ ഭയങ്കര ആസ് എൻ ആക്ടർ നമുക്കൊരു ലെറ്റ് ഓഫ് ആണ്, ഒരു റിലീഫാണ് ആ സിനിമ. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ഉണ്ടാവട്ടെ, അങ്ങനൊരു തിരക്കഥ വരട്ടെ, തീർച്ചയായിട്ടും ചെയ്യാം. പൃഥ്വിരാജ് ദി ആക്ടർ, പൃഥ്വിരാജ് ദി ഡയറക്ടർ? ഞാൻ ബേസിക്കലി ഒരു ആക്ടറാണ്. ഐ ആം എൻ ആക്ടർ. സംവിധാനം ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാഷൻ, എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ജോലിയാണ്. പക്ഷേ ഐ ഡോണ്ട് സീ മൈസെൽഫ് ബീയിങ് എ ഫുൾ ടൈം ഡയറക്ടർ. ഐ ഡോണ്ട് സീ മൈസെൽഫ് ഡയറക്ടിങ് ഫിലിംസ് ബാക്ക് ടു ബാക്ക്. അടിസ്ഥാനപരമായി ഞാനൊരു നടനാണ്. അഭിനയിക്കുമ്പോഴാണ് ഐ ഫീൽ ലൈക്ക് ഐ എം ഡൂയിങ് വാട്ട് ഐ എം മെന്റ് ടു ഡു. 9 സക്സസ് ആകും. ഡിഫറൻ്റായ സിനിമകളാണ് ചേട്ടൻ ചെയ്യുന്നത്. ഏറെ ഇഷ്ടപ്പെടുന്ന ടിയാൻ അതിനുദാഹരണമാണ്. വ്യത്യസ്തമായൊരു പ്രതിഭ ഉള്ള ആക്ടറാണ്. താങ്ക് യു ധന്യ, താങ്ക് യു സോ മച്ച്. ലക്ഷ്മി രാഘവ്, ഹൗ ക്യാൻ ഐ മീറ്റ് യു ഇൻ പേഴ്സൺ, പ്ലീസ് ഗൈഡ് മീ. ഗുഡ് ക്വസ്റ്റ്യൻ. ഈവൻ മൈ വൈഫ് ഈസ് വണ്ടറിങ് ദ സെയിം തിങ്. My job requires me to travel a lot, Lakshmi. അപ്പോൾ I probably if you hear that I'm shooting somewhere close, if I'm shooting somewhere close, എൻ്റെ ലൊക്കേഷനിൽ വന്നിട്ട് ഇങ്ങനെ പൃഥ്വിരാജിനെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ കാണാൻ പറ്റുന്നതായിരിക്കും ഏറ്റവും the most plausible way of meeting me, I think. When you will do direction with Mammuka? എൻ്റെ വലിയ ആഗ്രഹമാണ്. ഓഫ് കോഴ്സ്, ഇറ്റ്സ് എ ലെജൻഡ്. ഐ എം എ ബിഗ് ഫാൻ, വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടേഴ്സ് ഓഫ് ദ വേൾഡ്. എൻ്റെ വലിയൊരു സ്വപ്നമാണ്. പക്ഷേ മമ്മൂക്കയൊക്കെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ നമ്മൾ അദ്ദേഹത്തിനോട് കൊടുക്കുന്നൊരു വലിയ ട്രിബ്യൂട്ടാണ്. സോ വെറുതെ ഒരു തിരക്കഥ എടുത്തുകൊണ്ട് പോയാൽ അത് ഞാൻ മമ്മൂക്കനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ആയിപ്പോവും. ഐ ഷുഡ് ടേക്ക് സംതിങ് ദാറ്റ് ഡിസേർവ്സ് ഹിം. മമ്മൂക്കയെ അർഹിക്കുന്ന ഒരു തിരക്കഥ എൻ്റെ കയ്യിൽ കിട്ടുമ്പോഴല്ലേ മമ്മൂക്ക വെച്ചൊരു സിനിമ ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഇപ്പോൾ എനിക്ക് എന്നെ വെച്ചൊരു സിനിമ ചെയ്യുന്ന പോലെ അത്ര ഈസി ആയിട്ട് മമ്മൂക്ക വെച്ചൊരു സിനിമ ചെയ്യാൻ പറ്റില്ല. സോ ഐ എം ഹോപ്പിംഗ് ദാറ്റ് ഐ ഗെറ്റ് സംതിങ് ഡെഫിനറ്റ്ലി ഓൺ മൈ വിഷ് ലിസ്റ്റ്. ഐ എം എ ബിഗ് ഫാൻ ഓഫ് മമ്മൂക്ക.
an outstanding actor actually. ആടുജീവിതം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞാനും ആടുജീവിതം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അഗെയിൻ ഒരു ഡയറക്ടറിൻ്റെ 2008 ഞാൻ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ ബ്ലസ് ചേട്ടനും ഞാനും ചെയ്യാൻ തീരുമാനിക്കുന്നത്. അന്ന് മുതൽ അതിന് ആടുജീവിതത്തിൻ്റെ റിലീസ് സമയത്ത് ഞാൻ പറയാം, അന്ന് മുതൽ എത്ര കടമ്പകൾ കടന്ന് തടസ്സങ്ങൾ തരണം ചെയ്ത് വന്ന സിനിമയാണെന്ന് ആടുജീവിതം റിലീസ് സമയത്ത് ഞാൻ പറയാം. ആൻഡ് ഇറ്റ്സ് എ ബിഗ് സ്റ്റോറി ആക്ച്വലി. സോ ഐ തിങ്ക് മോർ ഓർ ലെസ് ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തന്നു കഴിഞ്ഞു എന്ന്. സോ ബിഫോർ ഐ സൈൻ ഓഫ്, ഒന്നുകൂടി നാളെ 9 റിലീസാവുകയാണ്. ലോകത്ത് പല രാജ്യങ്ങളിൽ ഒരുപാട് സെൻറ്ററുകളിൽ ആ സിനിമ റിലീസാവുകയാണ്. എല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ പോയി ആ സിനിമ കാണണം. എപ്പോഴും ഞാൻ അപേക്ഷിക്കാറുള്ളത് പോലെ സിനിമയുടെ കഥ ഉൾക്കൊള്ളിച്ചൊരു റിവ്യൂ എഴുതുക, അല്ലെങ്കിൽ ഇതാണ് സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞ് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒരു FB പോസ്റ്റ് ഇടുക, സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രീനിൽ നിന്ന് മൊബൈലിൽ സ്ക്രീൻഷോട്ടും വീഡിയോസും എടുത്ത് പോസ്റ്റ് ചെയ്യുക. അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അത് 9 മാത്രമല്ല, ഏത് സിനിമ റിലീസായാലും നാളെ തന്നെ റിലീസാവുന്ന മറ്റ് സിനിമകൾക്കായാലും അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മൾ സിനിമയെ പാഷനറ്റായിട്ട് കാണുന്ന ആൾക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഒരു സിനിമയ്ക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് അഭിനന്ദനങ്ങളാണെങ്കിലും ക്രിറ്റിസിസം ആണെങ്കിലും തീർച്ചയായിട്ടും മാന്യമായ ഭാഷയിൽ എഴുതി അറിയിക്കുക. ആൻഡ് വി വെൽക്കം ഓൾ യുവർ ഒപ്പീനിയൻസ്. And I'm really looking forward to hear what all of you think about the film. So, Nandi, thank you so much. And I'll see you all as Albert Lewis in theaters tomorrow. Bye-bye.